നമസ്കാരം. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് നമുക്ക് കിടക്കാം. FISന്റെ ഭാഗത്തു നിന്ന് ഇന്നലെ അവർ ബയേഴ്സ് ആയിരുന്നു എന്നുള്ളതാണ് ഇന്ത്യൻ മാർക്കറ്റിലെ ഇന്നലത്തെ ഒരു പ്രത്യേകത. 662 കോടി രൂപയ്ക്ക് ഇന്നലെ FIS ബൈ ചെയ്തുകൊണ്ടാണ് ഹയർ ലെവലിൽ മാർക്കറ്റ് വീഴാതെ സസ്റ്റെയിൻ ചെയ്ത് നിന്നത്. കൂടാതെ 10-ാം തീയതിയും അവർ FIS ബയേഴ്സ് ആയിരുന്നു. അങ്ങനെയാണ് ഇന്നലെ നമ്മുടെ മാർക്കറ്റ് ഗംഭീരമായിട്ടുള്ളൊരു റാലി ഉണ്ടായി. 10 ലക്ഷം മാർക്കറ്റ് ക്യാപ്പ് BSE കമ്പനീസിലേക്ക് വരികയും സെൻസെക്സ് 1200 പോയിന്റും നിഫ്റ്റി 24,000 മുകളിൽ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കാനായിട്ടുള്ളൊരു കാരണം FISന്റെ ഒരു ബൈയിങ് ആണ്. 45 നിഫ്റ്റി 50 കമ്പനീസാണ് ഇന്നലെ പോസിറ്റീവിൽ ക്ലോസ് ചെയ്തത്. എസ്പെഷ്യലി റിലയൻസും IT സ്റ്റോക്കുകളെല്ലാം തന്നെ റാലി രേഖപ്പെടുത്തി. അപ്പോൾ IT സ്റ്റോക്കുകളുടെ കാര്യം പറയുമ്പോൾ നമ്മളുടെ IT സ്റ്റോക്കുകൾ മാത്രമല്ല, ഇന്നലെ US നാസ്ഡാക്കിൽ അതായത് അവിടുത്തെ ടെക്നോളജി സ്റ്റോക്കുകൾ അല്ലെങ്കിൽ ടെക്നോളജി ഇൻഡെക്സുകളെല്ലാം തന്നെ ഓൾ ടൈം ഹൈഡൊക്കെ പരിസരത്താണ്. S&P 500ഉം. അപ്പോൾ US IT കമ്പനീസും ശക്തമായ രീതിയിൽ റാലി രേഖപ്പെടുത്തി. നമുക്കിന്ന് വ്യാഴാഴ്ച ദിവസമാണ്, സെൻസെക്സിൻ്റെ എക്സ്പയറി ആണ് ഉള്ളത്. എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇന്ന് ഒരു 100 പോയിൻറ്റിൻ്റെ അടുത്തൊരു ഗ്യാപ്പ് അപ്പ് കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ്. കാരണം നിഫ്റ്റി അതാണ് സൂചിപ്പിക്കുന്നത്. മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ ഇനിയും സമയമുണ്ട്. ഇതിൽ ഏറ്റക്കുറച്ചിലുകളെല്ലാം തന്നെ ഉണ്ടായേക്കാം. കാരണം യുദ്ധമാണല്ലോ നമ്മളുടെ ഒരു സൈഡിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിഫ്റ്റിയുടെ ലെവൽ പറയുമ്പോൾ നിങ്ങൾ അത് വീഡിയോ അത് പബ്ലിഷ് ചെയ്ത് നിങ്ങൾ കാണുന്ന സമയത്ത് ഇതേ നിഫ്റ്റി ആവണമെന്ന് ഒരു നിർബന്ധമില്ല. അപ്പോൾ അത് ആ ഒരു സെൻസിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇന്ന് ഒരുപാട് കമ്പനീസിൻ്റെ റിസൾട്ട് ഉണ്ട്. വിപ്രോ, HDFC ലൈഫ്, HDFC AMC, ക്രിസിൽ, ഏഞ്ചൽ വൺ തുടങ്ങിയ കമ്പനീസിൻ്റെ റിസൾട്ട് ഉണ്ട്. വാരീസ് എനർജിയുടെയും റിസൾട്ട് ഉണ്ട്. അങ്ങനെ ഒരുപാട് കമ്പനീസിൻ്റെ റിസൾട്ട് വരുന്ന ദിവസമാണെന്ന്. അതുപോലെ ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിലും അതുപോലെ തന്നെയാണ് ഇൻഡെക്സ് ഹെവി വെയ്റ്റ് കമ്പനീസിൻ്റെ റിസൾട്ടുകളെല്ലാം തന്നെ നമ്മൾ വെയിറ്റിംഗ് ആണ്. ഇനി ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് കണ്ടുവരുമ്പോൾ ഏറ്റവും ടോപ്പിൽ ഗോൾഡ് സ്പൈക്ക് ചെയ്ത് 4,800 സിൽവർ 1% സ്പൈക്ക് ചെയ്ത് 80 ബിറ്റ് കോയിനും മോശമല്ലാത്ത രീതിയിൽ 74,000 ബ്രന്റ് ഓയിൽ 94, നാച്ചുറൽ ഗ്യാസ് 2.5, നിഫ്റ്റി കാണാം 24,350 ഇപ്പോൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഡോയും നാസ്ഡാക്ക് ഫ്യൂച്ചറും പോസിറ്റീവിൽ തന്നെയാണ് നിലകൊള്ളുന്നത്. ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ പൊതുവേ പോസിറ്റീവാണ്. ഏറ്റവും താഴേക്ക് നോക്കുകയാണെങ്കിൽ നാസ്ഡാക്ക് കാണാം, അവിടെ 372 പോയിൻറ്റിൻ്റെ ഒരു റാലിയിലാണ് നാസ്ഡാക്ക്. ഓൾ ടൈം ഹൈ, ഒരു സിംഗിൾ ഡേ കൊണ്ട് 1.6% റാലി ഉണ്ടായി. ഇത് US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളാണ്. ഇൻഫോസിസും വിപ്രോയും എല്ലാം തന്നെ ഗംഭീര റാലിയിലാണ്. റിലയൻസും റാലി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പൊതുവെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ഗ്ലോബൽ മാർക്കറ്റിലുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഒരു അപ്ഡേറ്റും ഉണ്ടായിരുന്നു. ഒരു ബ്രോക്കറിംഗ് സ്ഥാപനമായിട്ടുള്ള CLSA എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസി പറയുന്നത് നിലവിലുള്ള ലെവൽ അത് സസ്റ്റെയിൻ ചെയ്ത് അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 900 പോയിൻ്റ് വരെ നിഫ്റ്റി റാലി ചെയ്യാനായിട്ടുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് എന്നുള്ളതാണ് CLSA എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസി പറയുന്നത്. 900 പോയിൻ്റ് എന്ന് പറയുമ്പോൾ ഒരു 25,100, അത് 26,200 നമ്മളുടെ ഓൾ ടൈം ഹൈ ഉള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ മാർക്കറ്റ് പതിയെ മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് ഉള്ളത്. അങ്ങനെ പോസിറ്റീവായിട്ട് തന്നെ വരട്ടെ. ഇനി നമുക്ക് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ഇത് ബൈസിൽ റെക്കമെൻഡേഷനൊന്നുമല്ല. GMR എയർപോർട്ട് അവരെ സംബന്ധിച്ച് ഇവരുടെ എയർപോർട്ട് ട്രാഫിക്കുകളെല്ലാം തന്നെ വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഡൊമസ്റ്റിക് ഇൻ്റർനാഷണൽ ട്രാഫിക്കുകൾ വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ള ന്യൂസ് ഉണ്ട്. ഓറബിൻ്റെ ഫാർമ കമ്പനീനെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത്, ഇവിടെ മാനുഫാക്ചറിങ് ഓപ്പറേഷൻ എക്സ്പാൻഡ് ചെയ്യുകയാണ്. സിംഗപ്പൂരിലുള്ള മൾട്ടിപ്പിൾ കമ്പനീസിനെ ഒരു അക്യൂർ ചെയ്തു. HDB ഫിനാൻസ് കമ്പനി 41% ഇയർ ഓൺ ഇയർ ഇവരുടെ പ്രോഫിറ്റിൽ വർധനവ് രേഖപ്പെടുത്തി. 531 നിന്ന് 751 പ്രോഫിറ്റ് ഉയർത്തി. ICC ലോംബാർഡ് കമ്പനി ഇൻഷുറൻസ് കമ്പനിയാണ്, 8% ഇയർ ഇവരുടെ പ്രോഫിറ്റിൽ വർധനവ് രേഖപ്പെടുത്തി. 510 നിന്ന് 547 പ്രോഫിറ്റ് ഉയർത്തി. ബ്രിഗേഡ് എൻ്റർപ്രൈസസ് കമ്പനി റിയൽ എസ്റ്റേറ്റ് കമ്പനിയാണ്. അവർ 8 ഏക്കർ ലാൻഡ് ബാംഗ്ലൂരിൽ അക്യൂർ ചെയ്തിട്ടുണ്ട്. ടൗൺഷിപ്പ് റെസിഡൻഷ്യൽ ടൗൺഷിപ്പ് പ്രൊജക്റ്റിന് വേണ്ടിയിട്ടാണ്. JHV ഇൻഫ്ര കമ്പനി ഇവർക്കൊരു 815 കോടി രൂപയുടെ ഒരു കൺസ്ട്രക്ഷൻ ഓർഡർ കമ്പനിക്ക് മഹാരാഷ്ട്രയിൽ നിന്ന് ലഭിച്ചു. കണ്ടെയ്നർ കോർപ്പറേഷൻ കമ്പനി 175 കോടി രൂപയുടെ ഒരു ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. റൂബിക്കോൺ റിസർച്ച് കമ്പനി ഇവർ 85% സ്റ്റേക്ക് അറീന ലൈഫ് സയൻസിൽ
175 കോടി രൂപ മുടക്കി അക്യൂർ ചെയ്തു. സംഹി ഹോട്ടൽ കമ്പനി, ഹോസ്പിറ്റാലിറ്റി രംഗത്തുള്ള ഈ ഒരു കമ്പനി, ഇവർ 162 റൂമുള്ള ഒരു ഹോട്ടൽ ഇവർ അക്യൂർ ചെയ്തു. ഓൾ കാർഗോ ടെർമിനൽ കമ്പനി, കാർഗോ വോളിയം ഇവർ വർധനവ് രേഖപ്പെടുത്തിയിരുന്ന കമ്പനി അറിയിച്ചു. ലക്ഷ്യ പവർ ടെക് കമ്പനി 641 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചതായിട്ടുള്ള ന്യൂസ്. സൂരജ് എസ്റ്റേറ്റ് ഡെവലപ്പേഴ്സ് കമ്പനി 18 കോടി രൂപയുടെ ഓർഡർ കിട്ടിയതായിട്ടുള്ള ന്യൂസാണ് ഉള്ളത്. നേരെ ഓപ്പൺ ഇൻട്രസ്റ്റുകൾ പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിഫ്റ്റിയുടെ സ്പോട്ട് 24,200 എന്ന റേഞ്ചിലാണ്. 25,000 മേജർ റെസിസ്റ്റൻസ് സോണ്. കറൻറ്റ് സ്പോട്ടിൽ നിന്ന് 800 പോയിൻ്റ് അകലെ മാത്രമാണ് ആളുകൾക്ക് കോള് ഷോർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ധൈര്യം ഉള്ളൂ. മാർക്കറ്റിൻ്റെ PCR 1.1 എന്ന നിലയിൽ പൊതുവെ ബുള്ളിഷായ രീതിയിലാണ് ഓപ്ഷൻ റൈറ്റേഴ്സ് എല്ലാം തന്നെ മാർക്കറ്റിനെ നോക്കി കാണുന്നത്. കാരണം പുട്ട് സൈഡിലും നല്ല രീതിയിലുള്ളൊരു ഓപ്പൺ ഇൻട്രസ്റ്റ് ഉണ്ട്. ഇനി നേരെ നമുക്ക് യുദ്ധത്തിലേക്ക് വരുമ്പോൾ ഇറാനും യുഎസും തമ്മിലുള്ള 2ാം ഘട്ട ചർച്ചകൾ അത് ഇസ്ലാമാബാദിൽ വെച്ച് തന്നെ നടത്താനായിട്ടുള്ള ധാരണകൾ ഇതിൻ്റെ പിന്നറയിൽ നടക്കുന്നുണ്ട് എന്നുള്ള വാർത്തകളാണ് വിപണിയെ മുന്നോട്ട് നയിക്കുന്നത്. കൂടാതെ നമ്മുടെ നാട്ടിൽ, നമ്മുടെ മാർക്കറ്റിൽ Q4 റിസൾട്ടുകളാണ്. അതുപോലെ മാർക്കറ്റും ഗ്ലോബൽ മാർക്കറ്റുകളെല്ലാം തന്നെ ഒരു എക്സ്ട്രീംലി ഓവർ സോൾഡ് ആയിരിക്കുന്ന ഒരവസരത്തിൽ ഒരു ഫ്രഷ് ബൈയിങ് ആണ് കാണുന്നത്. ഈ FISൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു ആക്ടിവിറ്റി വളരെയധികം ക്രൂഷ്യലാണ്. കാരണം അൺയൂഷ്വലായിട്ടാണ് ഇവർ ബിഹേവ് ചെയ്യുന്നത്. അതായത് മാർക്കറ്റ് ഇടിഞ്ഞ് നിൽക്കുന്ന സമയത്ത് അതിൻ്റെ പിന്നാലെ പോയി വീണ്ടും സെല്ല് ചെയ്ത് മാറുന്ന ഒരു നേച്ചറാണ് FIS ഉള്ളത്. അതുപോലെ തന്നെ മാർക്കറ്റ് കയറി നിൽക്കുന്ന സമയത്ത് DIs സെല്ല് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ റീറ്റെയിലേഴ്സ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുമ്പോൾ അവിടെ പോയി FIS ബൈ ചെയ്യുന്ന നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് അവർ ചെയ്യുന്നത്. പക്ഷെ ഒരു കാര്യം ഉള്ളത്, അവർ എല്ലാ ദിവസവും സെല്ലേഴ്സ് അല്ല. അതായത് അവർ സെല്ല് ചെയ്യുന്ന ദിവസം അവർ സെല്ല് മാത്രമല്ല ചെയ്യുന്നത്, അവർ ബൈയും ചെയ്യുന്നുണ്ട്, അവർ കൂടുതൽ സെല്ലാണ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ നെറ്റ് സെല്ല് എന്ന് പറയുമ്പോൾ അവർ കൂടെ ബൈയും ചെയ്തിട്ട് കൂടുതൽ സെല്ല് ചെയ്യുന്നുണ്ട്, പക്ഷേ ബൈയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവർ ബൈ എന്ന് പറയുമ്പോൾ, അതായത് ഇന്നലെ അവർ ബൈ എന്ന് പറയുമ്പോൾ അവർ സെല്ലും ചെയ്യുന്നുണ്ട്, അവരുടെ നെറ്റ് വാല്യൂ ആണ് ബൈ. അപ്പോൾ അവർ ഇതിനിടയിൽ നല്ല സ്റ്റോക്കുകൾ ബൈ ചെയ്യുന്നുണ്ട്, ഹയർ ലെവലിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ പ്രോഫിറ്റ് ബുക്ക് ചെയ്തതിന് ശേഷം ബൈയിങ് വാല്യൂ കൂടുതലായതുകൊണ്ടാണ് അവർ നെറ്റ് ബൈ ഉള്ളത് എന്നുള്ളത് തിരുത്തി നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോൾ വൈകിട്ട് കാണാം. താങ്ക് യു ഓൾ.